ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ രാവിലെ സമയത്തിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 7:16 സമയം. നമ്മളെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, വെള്ളക്കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. പെട്ടെന്ന് അറിയണമെന്നില്ല കേട്ടോ. മറ്റേ നമ്മളെ ബ്ലാക്ക് സാധനം ഇന്നലെ വണ്ടി തട്ടിയിട്ട് പോയത്, നമ്മളെ ഡിക്കിയിലുണ്ട് സാധനം. സ്ക്രൂ ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സ്ക്രൂവിൻ്റെ ഹോള് വലുതായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ചെറിയൊരു വളവുണ്ട്, ഇവിടുത്തെ പിടുത്തം ശരിക്കും കിട്ടുന്നില്ല. അത് തട്ടുമ്പോൾ എല്ലാം എന്തെങ്കിലും തട്ടിയപ്പോൾ പോരും. അപ്പോൾ എന്തെങ്കിലും വല്ല മതിലിനോ വണ്ടിക്ക് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. പിന്നെ വലുതായിട്ട് പോയിരുന്നില്ല, കുറച്ച് പോയിരുന്നുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. ടയറൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മൾ മുണ്ടമ്പാലം പോയി ചാടിക്കാം. ഇത് അതിൻ്റെ സ്ക്രൂകളാട്ടോ, ആ സാധനത്തിൻ്റെ. എന്തായാലും മഡ് ഗാർഡോ അങ്ങനെ എന്തോന്ന് പറയുന്നു അല്ലേ. പിന്നെ 221 കിലോമീറ്ററാണ് ബിയിൽ ഓടിയിട്ടുള്ളത്. അത് 0 ആക്കിയിട്ടുണ്ട്. CNG 3 കട്ടിയും പാടുണ്ട്. CNG 145 കിലോമീറ്ററാണ് ഓടിയത്. 2 കട്ട പെട്രോളും ഉണ്ട്. അപ്പോൾ വേഗം ഊബർ റാപ്പിഡോ എല്ലാം ഓണാക്കട്ടെ. അപ്പോൾ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞു കേട്ടോ. 7:19 സമയം. ഇന്ന് നമുക്ക് ഫസ്റ്റ് റാപ്പിഡോ ഓണാക്കാം. റാപ്പിഡോ ഓണായിട്ടുണ്ട്. ഇനി ഊബർ ഓണാക്കാം. അപ്ഡേഷനൊന്നുമില്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, രണ്ടിനും അപ്ഡേഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ 0-ലാണ് കിടക്കുന്നത്. വാലറ്റ് 0 ആക്കിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ -49 ഉണ്ടാവും കേട്ടോ. ഇന്നലെ മിന്നാമത്തെ ഇന്ന് 49 പിടിക്കും. അത് വാലറ്റിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അപ്ഡേറ്റ് ആയി വരില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു 49 മൈനസായി കിടക്കുന്നുണ്ട്, അതാണ് കിടക്കട്ടെ. അപ്പോൾ ഇനി നേരെ പോയിട്ട് ചാടിക്കട്ടെ. കോട മൂടിക്കണോ ക്ലാസ്. ഓക്കെ, വണ്ടി നമ്മളെ ചായക്കടൻ്റെ അവിടെ എത്തി വയ്ക്കാൻ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് റാപ്പിഡോ ഓൺ ആക്കിയോണ്ടോന്ന് അറിയില്ല. ഡൻലിയാസോ അങ്ങനെ എന്തോയാണ് കസ്റ്റമറുടെ പേര്. 700 മീറ്ററോളം പിക്കപ്പ്. ഏകദേശം നമ്മളെ ആ ഭാഗത്തേക്ക് തന്നെയാണ്, കങ്ങരപ്പടി ഭാഗത്തേക്കാണ്. നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ പോയി പിക്ക് ചെയ്യട്ടെ. റാപ്പിഡോൻ്റെ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടോ. ഈ ഒരു വീട്ടിലേക്കായിരുന്നു. 281 രൂപ കേട്ടോ ഇതിന് കിട്ടിയത്. അപ്പോൾ ഇനി CNG 3 കട്ടുള്ളൂ. അത് അടിക്കാൻ പോകണോ ചായ കുടിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പേട്ട ഭാഗത്തൊരു CNG പമ്പ് ഉണ്ട്, ഇവിടെ വണ്ടി ഓടിച്ചിട്ട് പേട്ടയിൽ പോവാം. നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഈ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ചെക്കനായിരുന്നു, ആള് ഫുള്ള് ഉറക്കാം. ഇവിടെ എന്നിട്ട് തട്ടി കുളിപ്പിച്ച് 281 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ CNG കഴിയാനായിട്ടില്ല. 3 കട്ടയും പാടെ നമ്മൾ ഇറങ്ങിയപ്പോൾ 3 കട്ടയാണല്ലോ. അപ്പോൾ കുറച്ച് പോകുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടി പോയാൽ ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഇവിടുന്ന് ഹൈവേ എന്നല്ല, മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ പേട്ട ഒരു CNG പമ്പ് ഉണ്ട്, അവിടെ പോയി CNG അടിക്കട്ടെ. എന്നിട്ട് ഊബർ ഓൺ ആക്കുന്നുള്ളൂ. ഇപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ ഊബർ ഓൺ ആക്കിയാൽ ചിലപ്പോൾ അതുവരെ ട്രിപ്പ് അടിക്കൂല. പമ്പിൽ കയറുന്നതിൻ്റെ ഒരു 100 മീറ്റർ മുമ്പായിരിക്കും ട്രിപ്പ് അടിക്കുക. CNG അടിക്കണ ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പമ്പിലാണെന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ 2-3 വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെടും. പിന്നെ നമുക്ക് CNG അടിക്കാൻ ചിലപ്പോൾ ഗ്യാപ്പും ഉണ്ടാവും. കാരണം 7:59 8 മണിയായി. ആ പീക്ക് ടൈം ആയി. ഇനി ചിലപ്പോൾ ട്രിപ്പ് 1 കഴിഞ്ഞ 1 അങ്ങനെ അടിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഏതായാലും ഇപ്പോൾ CNG അടിച്ചിട്ടാണ് തുടങ്ങാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലും ഉണ്ട്. ഊബർ ഓൺ ആക്കിയിട്ട് അടിയണില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ചായ അടിക്കാം. CNG അടിച്ചിട്ടോ 594 രൂപക്കാണ് അടിച്ചത്. പിന്നെ നമുക്ക് സ്പോട്ടിൽ നമുക്കൊരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്. 2.5 കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ട്. 220 രൂപയുടെ ട്രിപ്പാണ്. 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ പിക്കപ്പ്. നമ്മൾ പോകുന്ന ഏകദേശം ആ ഭാഗത്ത്, തൃപ്പൂണിത്തുറ ഭാഗത്താണ്. അപ്പോൾ പോയിരിക്കട്ടെ. എന്താ പ്രമിത. അങ്ങനെ നമ്മളെ ഊബറിൻ്റെ കസ്റ്റമറേയും ഡ്രോപ്പ് ചെയ്തിട്ടോ. ഈ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ ബ്രിഗേഡിക്കാണ്. 214 രൂപ കേട്ടോ ഈ ട്രിപ്പിന് കിട്ടിയത്. 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. 8:34 ആയിട്ടുള്ള സമയം. ഇനി നമുക്ക് എക്സ്പ്രസ് വേന്ന് ചായ കുടിക്കാം. അതിന് മുമ്പ് ട്രിപ്പ് അടിച്ചാൽ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിക്കാം അവിടുന്ന്. അടുത്തൊരു ട്രിപ്പ് മാടെ അടിച്ചിട്ടുണ്ട്. ഈ അടച്ചിറക്ക് പോണ അവിടെ ഒരു ഒലിവ് ഫ്ലാറ്റ് ഉണ്ട് താഴത്ത്. അപ്പോൾ അവിടുന്ന് ഒരു പിക്കപ്പ് അടിച്ചിട്ടുണ്ട്. ആര്യ 1.5 കിലോമീറ്റർ ഉള്ളു പിക്കപ്പ്. 13 കിലോമീറ്ററോ 11 കിലോമീറ്ററോ ഉണ്ട് ഡ്രോപ്പ്. 240 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ ആളിമ്പാടെ പോയി ഡ്രോപ്പ് ചെയ്യട്ടെ. എവിടുക്കാന്ന് നോക്കിയില്ല കേട്ടോ, മാച്ച് ട്രിപ്പാണ് വന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആംബിയൻസിൻ്റെ അവിടെ ഉള്ളത്. ഇതുവരെ നിൽക്കാതെ ട്രിപ്പായിരുന്നു. നമുക്ക് ആ ഇടച്ചിറന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഒന്ന് വേഗം അടിച്ചു. അത് പിക്കപ്പ് കൂടിയോണ്ട് കസ്റ്റമർ ക്യാൻസൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത്. പിന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചു കളമശ്ശേരിയിൽ നമുക്ക് വെണ്ണലൊക്കെ അടിച്ചു. വെണ്ണലിൽ നിന്ന് വീണ്ടും ഇൻഫോ പാർക്കൊക്കെ അടിച്ചു. അപ്പോൾ അതവിടെ ഇപ്പോൾ ഒരു 346 ഒരു മാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഏതായാലും ആംബിയൻസിന് ഒരു ചായ എടുക്കട്ടെ.
സമയം 11:15. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു ചായയും ചെറിയ കടികളും കഴിക്കട്ടെ. നമുക്ക് ഒരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 49 കിലോമീറ്റർ ആണ്. 1180 എത്ര റേറ്റ് കണ്ട്. അപ്പോൾ അതിലൊരു 1100 കിട്ടുമായിരിക്കും ബാക്കി ടാക്സ് പോയാൽ. ഇപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, ഒരു 200 മീറ്റർ പിക്കപ്പ്. എനിക്കിപ്പോൾ ഇവിടുന്ന് ഇതിന് മുമ്പ് ഒരു 100 രൂപയുടെ ട്രിപ്പ് അടിച്ച് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഡ്രോപ്പിൽ 97 രൂപ കിട്ടി. ഇപ്പോൾ അതാ വീണ്ടും അതേ പിക്കപ്പിൽ തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നേരത്തെ പോയപ്പോഴും ഉണ്ട് ഈ സെലറിയോ അവിടെ. ഇനി അപ്പുറത്ത് ഒരു എർട്ടിക ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭാഗ്യം പോലെ ഒരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അജി എന്നാണ് കസ്റ്റമർ പേര്. എവിടേക്കാ സ്ഥലം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ. 49 കിലോമീറ്റർ ഉള്ളു, ഇവിടെ അടുത്തേക്ക് തന്നെയാണ്. കിലോമീറ്ററിനപ്പോൾ 22 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. പിക്കപ്പ് പോയിന്റ് ഇതാണ് ഇട്ടിട്ടുള്ളത്. എന്താ ദമൻ ഹെറനോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പിക്കപ്പ് പോയിന്റ് ഇട്ടിക്കണേ. നേരത്തെ നമുക്ക് ചെറിയ ട്രിപ്പ് കിട്ടിയത് ഈ മഞ്ഞ ബിൽഡിംഗ് എന്നാണ്. ഇത് റൂംസ് ആണ്. അവിടുന്ന് രാജഗിരി കോളേജൊക്കെ ആയിരുന്നു. ഈ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലോങ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. വീടൊക്കെ വലിയ വീടാ, പക്ഷെ വഴി രസമുണ്ട് ചെടികളൊക്കെ ആയിട്ട്. പക്ഷെങ്കിൽ ഇവിടെ ചെറിയൊരു വീതി ഉണ്ട്. കുറച്ചും കൂടി അപ്പുറം ചെന്നാൽ വീതി കുറവാ. ഒരു 200 മീറ്റർ ഉള്ളു ഈ റോഡ്. പിന്നെ കുറച്ചും കൂടി അടിയിക്കുണ്ട്, പക്ഷെ അവരുടെ വീട്ടിക്ക് റോട്ടിൽ നിന്ന് 200 മീറ്റർ ഒക്കെ ഉള്ളു. ഇവിടെയൊക്കെ ചെറിയ റോഡാ കണ്ട, അവിടെയൊക്കെ ചെറിയ റോഡാ. രസമുണ്ട്. ഒരു തരം ചെടികൾ ഇത് വെച്ച് പിടിപ്പിച്ചതാണോ എന്താ അറിയില്ലാണ്ട് ഈ ഒരു പൂവുള്ള ചെടി. ആ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് 1125 രൂപയായിട്ട് കിട്ടിയത്. 1.5 മണിക്കൂർ 48 കിലോമീറ്റർ ഉണ്ട്. ഏതൊരു വേറെ വാഗനർ 48 കിലോമീറ്റർ കുറെ പോന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വാഗനർ പോണ്, ടാക്സി വണ്ടി. ഊബറാണോ അറിയില്ല. അപ്പോൾ ഇനി കുറച്ച് പോയിട്ട് ഫുഡ് കഴിക്കണം. 2 മണിയായിട്ടുണ്ട്, 2:03 ആയിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ എന്തെങ്കിലും കാണുമ്പോൾ ഫുഡ് കഴിക്കണം. തലവേദന ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു 5 കിലോമീറ്റർ പോകുന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. അപ്പുറത്തെ ഒരു ഹോട്ടലാണ് കണ്ടത്. വണ്ടി ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ നമ്മളെ മൂവാറ്റുപുഴയ്ക്ക് 11 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകാം നമുക്ക്. ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ കുറച്ചേരം ഓഫ്ലൈൻ ആക്കിയിടാം. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഇൻട്രസിറ്റി കിട്ടിയിട്ട് കുറച്ച് ദൂരത്തേക്ക്. ഇവിടുന്ന് മൂന്നാർക്ക് 80 കിലോമീറ്റർ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാർ പോയി കുറച്ച് നേരം തണുപ്പുള്ളതിന്, കുറച്ച് അടുത്താണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. ലൊക്കേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. സമയം ഇപ്പോൾ 3:06 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് മൂവാറ്റുപുഴയ്ക്ക്. ഇനി 9.9 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുറച്ച് നേരം ഓണാക്കിയായിട്ടിരിക്കാം. ഇപ്പോൾ ഓണാക്കിയിട്ടൊരു 10-15 മിനിറ്റ് ആയി. ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടേ പോകണുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 40 കുറേ കിലോമീറ്റർ പോവാണ്ട്, 40 കിലോമീറ്ററോളം പോവാണ്ട്. അപ്പോൾ നമ്മളിവിടെ മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ട്. 800 മീറ്റർ ഉള്ളൂ ജംഗ്ഷനിക്ക്, കറക്റ്റ് ജംഗ്ഷനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ട്, ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി കൊടുത്തിട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ മൊബൈലിൽ വല്ല സിനിമയും കണ്ട് കുറച്ച് നേരം ഇരിക്കാം. ഒരു 3:30 4-5 മണി വരെയൊക്കെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ പോവാം. ഇവിടുന്ന് ട്രിപ്പ് അടിക്കും. മൂവാറ്റുപുഴയിൽ അടിക്കലുണ്ട്. എന്തായാലും അത്രയും നേരം കുറച്ച് നേരം നിന്ന് നോക്കാം. നമുക്ക് ഇപ്പം ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ഇൻട്രസിറ്റിയാ. എത്ര 16 കിലോമീറ്റർ എന്തോ ഡ്രോപ്പ് ഉണ്ട്. 238 എത്ര 16-12 എന്നറിയില്ല, 12 ഉള്ളൂ. പക്ഷേ ഇതിൽ പിക്കപ്പ് 6 കിലോമീറ്റർ ഉണ്ട്. അത് നഷ്ടമാണ്. അപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആളെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയട്ടെ. 13 മിനിറ്റ് കാണിക്കുന്നുണ്ട് അവിടേക്ക് പിക്ക് ചെയ്യാനായിട്ട്. ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഓഫ്ലൈൻ ആക്കിയിട്ടാൽ ഈ വീണ്ടും ആ ട്രിപ്പ് തന്നെ വന്ന് അടിയും. 3:32 ആയിട്ടുണ്ട്. നമുക്കൊരു 3:45 ഒന്നുകൂടി ഓണാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇനി വേറെ വല്ല ഇൻട്രസിറ്റി വന്ന് പോകുമെന്നും അറിയില്ല. ഇനി ആ ട്രിപ്പ് ഒന്നുകൂടി വരണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. ആളെ വിളിച്ച് പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിക്കപ്പ് കൂടുതലാണ് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ആ ട്രിപ്പ് തന്നെ എടുത്തിട്ട് കൊളാക്കണ്ട. കുറച്ച് നേരം ആൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടിക്കോട്ടെ. ഒരു 3:45 ഓണാക്കാം. അങ്ങനെ നമുക്ക് അടിച്ചു മക്കളെ, അടിച്ചു. ഒരു 740 രൂപയുടെ എടപ്പള്ളിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പിക്കപ്പ് 4 കിലോമീറ്റർ ഉണ്ട്. അത് കുഴപ്പമില്ല, കറക്റ്റ് എടപ്പള്ളിക്ക് എത്തും. എടപ്പള്ളി എവിടേക്കാന്ന് ഞാൻ നോക്കിയില്ല. 740 രൂപ എത്ര ഉണ്ട്. ആ പഹയനത് ക്യാൻസൽ ചെയ്ത് ഗൈസ്. അത് ക്യാൻസൽ ചെയ്ത് കുറച്ച് പോന്നിട്ടുള്ളൂ. ഒരു 100 മീറ്റർ തയ്ച്ച് പോന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ നിന്നീനെ. ഇവിടെ ബാക്കിൽ ചെറിയ തണൽ കാണുന്നുണ്ട്. അവിടെ സൈഡാക്കട്ടെ. ആ ചെങ്ങായി അത് ക്യാൻസൽ ചെയ്ത്. ചിലപ്പോൾ അല്ല ഫേക്ക് അടുപ്പിച്ചതായിരിക്കും. ഇവിടുന്ന് വേറെ ടാക്സി ഇറങ്ങിയായിരുന്നു. നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കൊടനാടുക്കാണ്.
ഇത് പേര് വ്യത്യാസമുണ്ട് കേട്ടോ. അടിച്ചൊക്കെ തന്നെ എനിക്ക് ഇങ്ങോട്ട് കോൾ ചെയ്തു, എന്നിട്ട് വരുമോരോരോന്ന് ചോദിച്ച്. ഇത് 4 കിലോമീറ്റർ പിക്കപ്പ്. ഞാൻ ആദ്യം മറ്റേ ആൾ തന്നെയാണെന്ന് കരുതി. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ വരാൻ സമയം എടുക്കും, 11 മിനിറ്റ് ആവും. അപ്പോൾ 15 മിനിറ്റ് എടുക്കുമോ ചോദിച്ച്. അതൊക്കെ പറ്റാത്ത ആളാണോ, ഇനി പകുതിക്ക് വെച്ച് ക്യാൻസൽ ചെയ്താൽ പണിയാവും. 13 മിനിറ്റ് എടുക്കും. ഏതായാലും ഞാൻ നോക്കിയപ്പോൾ കൊടനാട് നമ്മുടെ കാക്കനാടാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഇതും ഉണ്ട് കേട്ടോ. 700 എത്ര ഉണ്ട്, ഇതും 713 എത്രയാണ്. ഈ ട്രിപ്പ് പാടെ കഴിഞ്ഞ് നമ്മൾ പരിപാടി നിർത്തും. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എയർപോർട്ടിലാണ്, ഡൊമസ്റ്റിക് ടെർമിനലിലാണ്. നമ്മൾ മറ്റേത് ഡ്രോപ്പ് ചെയ്യണതിൻ്റെ കുറച്ച് മുമ്പേ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേതിന് 682 രൂപ കിട്ടിയത്, 853 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തു. അതിൻ്റെ ഇപ്പോൾ വന്ന ട്രിപ്പ് 544 വാങ്ങി 342 നമുക്ക് കിട്ടി. 17 കിലോമീറ്റർ ഉണ്ട്. 20 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിന് അത് പോരാ, കുറവാണ്. പിന്നെ ഇൻട്രസിറ്റി ട്രിപ്പും പാടെയാണിത്. ഇതുണ്ടോ, ഗോ ഇൻട്രസിറ്റി ആണ്. ഇൻട്രസിറ്റി ആകുമ്പോൾ ഒന്നുകൂടി കൂടണം, എയർപോർട്ട് ആകുമ്പോൾ ഒന്നുകൂടി കൂടുതലുണ്ട്. അതൊന്നും കിട്ടിയില്ല, 20 രൂപ വെച്ചിട്ടാണ് കിട്ടിയിക്കണേ. നമുക്ക് സാധാരണ രീതിയിൽ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ നഷ്ടമല്ല. എന്നാലും എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ടെർമിനൽ 1 എത്തിയിട്ടുണ്ട്. ഒരു 24 ആയിട്ടുണ്ട്. ഒരു 28 ആകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടാം, അല്ലെങ്കിൽ പൈസ കൂടും. ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കൂനമ്മാവക്കാട്ടോ ട്രിപ്പ് അടിച്ചിരിക്കണേ. 413 ടെസ്മോളാണ്. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഈ ടെർമിനൽ 30യിലാണ് പിക്കപ്പ് കിടക്കുന്നത്. അതായത് അവിടെ കുറച്ച് അപ്പുറത്ത് റൈറ്റ് സൈഡിലാണ്. ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചോട്ടെ. കാരണം നമുക്ക് ഇനി പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ കയറേണ്ടി വരും. അപ്പോൾ കുറേ സമയം എടുക്കും. പിന്നെ നമ്മളെ ടോൾ ഒന്നും കൂടി പിടിക്കും. അതിലേറെ നല്ലതാണ് കസ്റ്റമറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് നമ്മളെ കൂനമ്മാവ് ഭാഗത്തേക്കായിരുന്നു. 388 രൂപയാണ് നമുക്ക് ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. ഇത് 18 കിലോമീറ്റർ ഉണ്ട്. മറ്റേത് 17 കിലോമീറ്റർ ആയിരുന്നു. 342 രൂപയും കിട്ടി മുമ്പത്തെ ട്രിപ്പ്. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. പിന്നെ 580 രൂപയാണ് ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആള് 650 ഇട്ടിട്ടുണ്ട്. അത് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് കുറച്ചുള്ളിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കി. അപ്പോൾ ഡെസ്റ്റിനേഷൻ പറ്റുന്നില്ല, എററാവാണ്. അപ്പോൾ നമ്മളെ റൂമിലേക്ക് ഇവിടുന്ന് 16 കിലോമീറ്റർ ഉണ്ട്. ഇതിലാറുണ്ടായിരുന്നു 18 ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പോകുന്നു. 16 കിലോമീറ്റർ പാടെ ഉണ്ട്. ഇനി കുറച്ചും കൂടി ചെന്നിട്ട് ഒന്നും കൂടി ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റുമോ നോക്കാം. പിന്നെ റാപ്പിഡോ പാടെ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ്. ഇത് ഇനി എവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്ട് പോയാൽ തന്നെ നമ്മൾ 7:50 അവിടെ എത്തുക. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണില്ല. അതിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം. എന്തായാലും ട്രിപ്പ് അടിക്കും. 16 കിലോമീറ്റർ ഉണ്ടല്ലോ. ആള് കസ്റ്റമർ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ചെറിയൊരു ആളാണ്, കണ്ട ചെറിയ ആളാണ്. 29 വയസ്സുണ്ടായിരുന്നു. പിന്നെ ആള് ഷിപ്പിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ കുറേ ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിങ്ങനെ പോലെയായിരുന്നു. 7 മാസം 8 മാസമൊക്കെ ഷിപ്പിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഫുള്ള് കടലിൽ അങ്ങനത്തെ പരിപാടിയാണ്. LPG കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു ഷിപ്പിൽ. അങ്ങനെ ഷിപ്പത്തെ കുറേ കാര്യങ്ങളും നമ്മളെടുത്ത കുറേ കാര്യങ്ങളും അങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് കമ്പനിയായി പോകുന്നത്. എന്തായാലും 150 രൂപയോളം ടിപ്പായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളേക്ക്. പിന്നെ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. വാണിങ് എത്തിയിട്ടുണ്ട്. ഒരു പുള്ളിയും പാടേ ഉള്ളൂ. മിന്നി കളിക്കുന്നില്ല. അതെന്തായാലും നമ്മൾ പുളിഞ്ചോട് ഭാഗത്ത് കൂടിയാണെന്നുണ്ടെങ്കിൽ CNG അടിച്ചിട്ട് പോവാം. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചതാണ്. ഇപ്പോഴാണ് കഴിയണത്. കാരണം ഇന്ന് മുഴുവൻ ഇൻട്രസിറ്റി ആയതുകൊണ്ട് നല്ല റോട്ട് കൂടി പോയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഏതായാലും ട്രിപ്പ് അടിക്കുമെന്ന് നോക്കി നോക്കട്ടെ. 15 കിലോമീറ്ററും കൂടി ഉണ്ട് റൂമിലേക്ക്. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇത് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ലിങ്ക് റോട്ടിലുള്ള കെൻറ്റ് ഫ്ലൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. 180 ആയിരുന്നു ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 200 വന്നിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളെ എടപ്പള്ളി ഒരു ബാറിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഇങ്ങനെ സംസാരിച്ച് പോന്നു. പിന്നെ നമ്മളെ CNG ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പെട്രോൾക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും മൂസിനോടെ കത്തിരിക്കടവുണ്ട്. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് മറൈൻ ഡ്രൈവിൽ കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറൈൻ ഡ്രൈവിൽ CNG ഉണ്ട്, അവിടുന്ന് CNG അടിക്കാം. ഇന്ന് നമ്മൾ ടോട്ടൽ കിലോമീറ്റർ ഓടിയത് ഞാൻ 0 ആക്കി. നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് പോകുന്ന എയർപോർട്ടിൻ്റെ മുമ്പത്തെ ഇൻട്രസിറ്റിയിൽ എക്സ്ട്രാ കിലോമീറ്റർ ഓടിയപ്പോൾ ഞാൻ 0 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് 170 എത്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ അതിലൊരു 61 കിലോമീറ്റർ പാടെ നമ്മൾ ഓടിയിട്ടുണ്ട്. പിന്നെ CNGയിൽ നമ്മളിപ്പോൾ ടോട്ടൽ ഓടിയത് 218 കിലോമീറ്ററാണ് CNGയിൽ ഓടിയത്. ഇപ്പോൾ പെട്രോളിലാണ് നിൽക്കുന്നത്. പെട്രോളിൽ ഇപ്പോൾ 2 കിലോമീറ്ററോളം പോന്നിട്ടുണ്ട്.
ഇന്ന് നമ്മളെ ടോട്ടൽ ഏണിങ്സ് ഊബറിൽ 3732 രൂപക്കാണ് ഇന്ന് ഓടിയത് ഊബറിൽ. പിന്നെ റാപ്പിഡോയിൽ രാവിലെ ഒരു 281 രൂപക്ക് ഓടിയുണ്ട്. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് എന്നും കിട്ടുന്ന ഏണിങ്സ് അല്ല, 11 ട്രിപ്പിലാണ് നമുക്ക് 3500 ആയിട്ടുള്ളത്. അത് നമ്മളെ വീഡിയോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1500 രൂപ 2000 രൂപ ഇങ്ങനെയൊക്കെ നമ്മൾ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റിയും കിട്ടിയിട്ടുണ്ട്, പിന്നെ എയർപോർട്ട് ട്രിപ്പ് അപ്പ് ആൻഡ് ഡൗൺ കിട്ടിയോണ്ട് മാത്രമാണ് ഇത്ര ഒരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയത്. എന്നും നമുക്ക് ഇത്ര രൂപയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. നമ്മളെ മൂസിയം വന്നിട്ടുണ്ട് കേട്ടോ. മൂസിന് എന്തൊക്കെ കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. ആളുകൊണ്ട് വരട്ടെ, മറൈൻ ഡ്രൈവിക്ക് പോകണേ ഞങ്ങൾ. നമ്മളെ ചെക്കൻ വരുന്നുണ്ട്. ചൊർക്കയിന്റെ വാതിലാണ് അടച്ച് പൊട്ടിച്ചല്ലേ, ഏതാ കുളിച്ച് ഫ്രഷ് ആയി വന്നിക്കണല്ലോ, സെറ്റ് ആക്കണല്ലോ സുന്ദരൻ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോ പോട്ടെ, ഞങ്ങൾ അടിച്ചു പൊളിക്കട്ടെ അല്ലേ മൂസേൻ, അടിച്ചു പൊളിക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.